ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ പുലർച്ചെ 1:30 ബംഗളൂരുവിൽ തിരിച്ചെത്തും. ലുഫ്താൻസ എയർലൈൻസിൽ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നാണ് പ്രജ്വൽ എത്തുന്നത്. പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, വിമാനം ഇറങ്ങുന്ന ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങളാണല്ലോ നടക്കുന്നത്. അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് അറിയാൻ കഴിയുന്നത്? പൂജ, ലുഫ്താൻസ എയറിന്റെ വിമാനം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ത്യയുടെ വ്യോമാതിർത്തിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് ബംഗളൂരു വിമാനത്താവളത്തിന്റെ അറൈവൽ ഗേറ്റ് ആണ്. ഈ ഗേറ്റിലൂടെയാണ് പ്രജ്വൽ രേവണ്ണ പുറത്തേക്ക് വരിക. ഈ വശങ്ങളിൽ കാണാം പോലീസിന്റെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ മുൻനിർത്തിക്കൊണ്ട് പോലീസിന്റെ വലിയ സാന്നിധ്യം ഇവിടെയുണ്ട്. നേരത്തെ തന്നെ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ കോടതിയുടെ വാറണ്ട് നിലവിലുണ്ട്. ഇതിനാലൊക്കെ തന്നെ പ്രജ്വൽ രേവണ്ണ വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ അറസ്റ്റിലാവും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം ഒരുക്കിയിട്ടുമുണ്ട്. ഏതായാലും ഒരു മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് പ്രജ്വൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ബംഗളൂരുവിലേക്ക് മടങ്ങിയെത്തുന്നത്. 3 കേസുകൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ 3 കേസിലും മുൻകൂർ ജാമ്യം തേടി പ്രജ്വൽ രേവണ്ണ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇതുവരെ പരിഗണിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രജ്വലിന് സമ്മർദ്ദം ശക്തമായതോടുകൂടിയാണ് ഇപ്പോൾ വിദേശത്ത് നിന്ന് ഒളിവിൽ നിന്ന് തിരിച്ചു വരേണ്ട ഒരു അവസ്ഥ വന്നത്. ഏതായാലും ലുഫ്താൻസ എയറിന്റെ വിമാനത്തിൽ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തതിൻ്റെ ഒക്കെ വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഏതായാലും വൈകാതെ തന്നെ ഏതാണ്ട് 12:40 കൂടി തന്നെ പ്രജ്വലിനെ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇവിടേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ പ്രജ്വൽ രേവണ്ണയെ SIT കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യും. അതിനുശേഷം SITയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നാളെ രാവിലെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതിയിൽ സമീപിക്കുക. നാളെ തന്നെ ശ്രീധരൻ, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരിയാണ്, രാജ്യം ഞെട്ടിയ ഒരു കേസ് തന്നെയാണ്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതുൾപ്പെടെയുള്ള കാര്യം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വിമാനത്താവളത്തിനകത്ത് CRPFന്റെ വലിയ സുരക്ഷാ സംവിധാനം സാധാരണയായി തന്നെ, അതിൻ്റെ അപ്പുറത്ത് തന്നെ കർണാടക പോലീസിന്റെ വലിയ സംഘം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വിമാനത്താവളത്തിന്റെ പരിസരങ്ങളിലെല്ലാം തന്നെ വലിയ പോലീസ് സന്നാഹമുണ്ട്. പ്രത്യേകിച്ച് ഈ കോമ്പൗണ്ടിന് പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വഴിയിലുടനീളം ഇവിടെ നിന്ന് SIT ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുടനീളം വലിയ സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കുക. ഏതായാലും ഈ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ എന്തായാലും പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയ വിവാദമായ കേസ്, സെൻസിറ്റീവായിട്ടുള്ള ഒരു കേസ്. അതുകൊണ്ട് തന്നെ വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘവും കർണാടക പോലീസും മുന്നോട്ട് പോകുന്നത്. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ MP കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ പ്രതി. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘവും അതുപോലെ തന്നെ കർണാടക പോലീസും ഇവിടെയുള്ളത്. ഏതായാലും ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് വിമാനം കടന്നിട്ടുണ്ട് എന്നാണ് റഡാർ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതാണ്ട് 40 മിനിറ്റോളം വിമാനം ലേറ്റാണ്. സാധാരണ ഗതിയിൽ 12 മണിക്ക് എത്തേണ്ട വിമാനം 12:40 കൂടി എത്തുമെന്നാണ് നിലവിലെ വിവരമനുസരിച്ച് മനസ്സിലാക്കുന്നത്. എത്തിയാൽ ഉടൻ തന്നെ വിമാനത്താവള ടെർമിനലിലേക്ക് പ്രജ്വൽ രേവണ്ണ എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ട്. ബ്ലൂ കോർണർ നോട്ടീസ് നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. അതുപോലെ തന്നെ കോടതിയുടെ വാറണ്ടും നിലനിൽക്കുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ വാറണ്ട് ഇഷ്യൂ ചെയ്ത അടിസ്ഥാനത്തിൽ തന്നെ പ്രജ്വലിനെ സ്വാഭാവികമായിട്ടും അറസ്റ്റ് ചെയ്യുന്നതിന് മറ്റ് നിയമ തടസ്സമില്ല. എന്തായാലും ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തുകയാണ്. വിമാനം ഇറങ്ങിയാൽ ഉടൻ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിലെടുക്കാനുള്ള എല്ലാവിധ നീക്കത്തിലുമാണ് അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്.